ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഹെയർ ബാൻഡിന് മാച്ചായിട്ടുള്ള 2 ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ കൊച്ചു പിള്ളേർക്കൊക്കെ വെക്കാൻ പറ്റുന്ന അലിഗേറ്റർ ക്ലിപ്പിലാണ് ഞാനത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ ബാൻഡ് എങ്ങനെ ഈ ഒരു മോഡൽ, അതായത് ഈ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ടുള്ള ആ ഒരു മോഡൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബാക്കിൽ വെച്ചതൊക്കെ ഞാൻ അതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെയർ ബാൻഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ എക്സ്ട്രാ വരുന്നത് ഈ ഒരു 2 ഫ്ലവേഴ്സാണ്. അപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഒരു ക്ലിപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഗ്ലിറ്റർ ട്യൂബും അതേപോലെ ഈ ഒരു സാറ്റിൻ റിബണും ആണ് കേട്ടോ. സാറ്റിൻ റിബൺ അല്ല, ഓർഗൻസയുടെ റിബണാണ്. അതും എടുത്തിട്ടുണ്ട്. റെഡ് കളറിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് വേണ്ടത്, ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 1/2 ഇഞ്ചാണ് കേട്ടോ. 1/2 ഇഞ്ച് വിഡ്ത്തുള്ള ഓർഗൻസയുടെ റിബണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് ഈ ഒരു ലൈറ്റർ വേണം. പിന്നെ ഈ ഒരു എന്താ പറയുക, പ്രോ സർക്കിൾ, അതാണ് ഇതിന് പറയുക. അപ്പോൾ ആ ഒരു ഇതും വേണം കേട്ടോ. പിന്നെ നമുക്ക് ഫെൽറ്റ് ഷീറ്റ്, അതേപോലെ തന്നെ ഏറ്റവും തിന്നായിട്ടുള്ള നൈലോണിൻ്റെ ത്രെഡും നമുക്ക് വേണം. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ആവശ്യമുള്ളൂ. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ബാൻഡും ഹെയർ ക്ലിപ്പും ഒക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് ഒട്ടിച്ചെടുക്കുന്നത് നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, നമ്മളുടെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്, അതായത് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ ലെങ്ത്ത് വരുന്നത് 8.5 ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും വേണ്ട. അതിൻ്റെ പകുതിയായിട്ട് നമുക്ക് 4.25 നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. കാരണം ഹെയർ ബാൻഡിന് നമുക്ക് കുറച്ച് അത്യാവശ്യം ലെങ്ത്ത് വേണമായിരുന്നു. പക്ഷേ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കണമെങ്കിൽ അത്രയ്ക്ക് ലെങ്ത്ത് വേണ്ട. കാരണം നല്ല വട്ടായി പോവും. അപ്പോൾ ക്ലിപ്പ് വലുതായി കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേർക്കൊക്കെ വെക്കുമ്പോൾ ഭംഗി ഇല്ലാതിരിക്കുന്നില്ല. എങ്കിൽ പോലും 2 സൈഡിലും വെക്കുമ്പോൾ അത് അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ചെറുത് മതി. അപ്പോൾ ഞാൻ അതിനെ 2ആയിട്ട് മുറിച്ചു കേട്ടോ. ഇതുപോലെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നല്ലൊന്ന് ചുറ്റിയെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ മതി നമുക്ക്. എന്നിട്ട് ഇതിലേതാണോ നമുക്ക്, ഏത് റൗണ്ടാണോ നമുക്ക് ഇതിൽ കൊള്ളുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫെൽറ്റ് ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു റൗണ്ടിലുള്ള ഫെൽറ്റ് ഷീറ്റാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മൾ ആ ഫെൽറ്റ് ഷീറ്റ് എടുക്കുക. അതിലോട്ട് ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഗ്ലാസ് മാർക്കറിങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ താഴ്വശത്തും ഏറ്റവും ചെറിയൊരു റൗണ്ട് കൂടി നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അത് നമുക്ക് ഏകദേശം എത്രത്തോളം റൗണ്ട് വേണമെന്ന് നോക്കിയിട്ട് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഈ ഒരു ഭാഗം, സെൻറ്റർ ഭാഗം കട്ട് ചെയ്യാതെ, ഓരോരോ റൗണ്ട് കട്ട് ചെയ്തെടുക്കാതെ ഫുള്ള് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതെങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും ഒന്നുകൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരികയാണേ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഗ്ലൂ ഗണ്ണ് അപ്പോഴേക്കും നമ്മൾ ചൂടാക്കാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോഴാണ് അതിങ്ങനെ ഉരുകി വരില്ലേ. അപ്പോൾ ഒന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിനെ ഒന്നുകൂടി നമ്മൾ നേരത്തെ ഞാൻ ഇപ്പോൾ ചുറ്റി കാണിച്ചു തന്നു, ഒന്നുകൂടിയും കാണിച്ചു തരികയാണേ. ഇതുപോലെ നല്ല ടൈറ്റ് ചെയ്തിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു ഫെൽറ്റ് ഷീറ്റിലോട്ട് ഇതിനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ ഒരു ക്യാൻഡി പോലത്തെ ആ ഒരു ഗ്ലിറ്റർ ട്യൂബിനെ ഇതുപോലെ അതിൻ്റെ ചുറ്റി കഴിയുമ്പോൾ ലാസ്റ്റ് എൻഡ് ഭാഗം ഉണ്ടല്ലോ, അതൊരു സെൻറ്റർ ഭാഗത്ത് വരുന്ന പോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ആ വിടർന്ന് നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ സൈഡിലായിട്ട് ഒന്നുകൂടെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഒന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ. ഒന്ന് ചെറുതായിട്ട് മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം.
പ്രസ് ചെയ്തിട്ട് പിടിക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അത് നമുക്കവിടെ ഒട്ടിക്കിട്ടും. അപ്പോൾ ദാ ഇതുപോലെ ഒട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ അടിവശത്തോട്ട് ഒരു ഫ്ലവറാണ് ഇതുപോലത്തെ ഒരു ഫ്ലവറാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഈ ഒരു ഓർഗൻസ റിബൺ എടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു ലെങ്ത്ത് വരുന്നത് ഞാൻ എടുക്കുന്നത് 7 കേട്ടോ. 7 നിങ്ങൾക്ക് അതിന് കൂടുതലും എടുക്കാം, എത്രത്തോളം റൗണ്ട് വരും നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് ആ ഒരു ഫ്ലവർ ചെറുതുണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു അളവിലൊരു 7 ഇഞ്ച് എടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നോക്കട്ടെ എത്രത്തോളം നമുക്ക് ആ ഒരു ഭംഗി, ആ ഒരു ചെറിയൊരു ഫ്ലവറിൻ്റെ ഭംഗി നമുക്കതിന് കിട്ടുമെന്ന് നോക്കാം. എന്നിട്ട് ആ റിബണിൻ്റെ 2 അറ്റവും ഇതേപോലെ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നൈലോൺ ത്രെഡ് ഒന്ന് ഒരു ഏറ്റവും തിന്നായിട്ടുള്ള സൂചിയിൽ ഒന്ന് കോർത്ത് കൊടുത്തിട്ട് 2ആയിട്ടൊന്ന് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം നല്ലതുപോലെ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം നോർമൽ നമ്മൾ എങ്ങനെയാണോ കെട്ടിട്ട് കൊടുക്കുന്നത് അതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലൈറ്റർ വെച്ചിട്ട് അതും ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഈ റിബണിൻ്റെ അടിഭാഗത്ത് നമുക്ക് അടിഭാഗമോ മുൾഭാഗമോ ഏത് വേണമെങ്കിലും ഇപ്പോൾ എടുക്കാം. ഇതുപോലെ ഒന്ന് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം കുറച്ച് ഒന്ന് തുന്നി കൊടുക്കുക, വീണ്ടും ഒന്ന് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും സൂചി കുത്തിയിറക്കുക, അങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിനെല്ലാം കൂടി ഒന്ന് വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്യണം കേട്ടോ, ഒരു ഫ്ലവറായിട്ട് ഒന്ന് റൗണ്ടിൽ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഒരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മറ്റേ അറ്റമായിട്ട് ഒന്നുകൂടി കൂട്ടിയിട്ട് നമ്മൾ തുന്നണം. ഇങ്ങനെ വെച്ചിട്ട് ഇതാണ്ടില്ലേ അതിൻ്റെ എൻഡ് ഭാഗമായിട്ട് ഇതിനെ ഒന്ന് കൂട്ടി തുന്നുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഒരു കുഞ്ഞ് ഫ്ലവർ നമുക്ക് കിട്ടി. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കൂടുതൽ ഒന്നുകൂടി റൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്തെടുക്കാം കേട്ടോ. അതായത് കുറച്ചുകൂടി ലെങ്ത്തിൽ ഈ ഒരു റിബൺ എടുത്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ നമുക്കതവിടെ ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഇതിപ്പോൾ ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഫ്ലവർ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ ഒന്നുകൂടി നല്ലതുപോലെ സാധാരണ നോർമൽ എങ്ങനെയാണോ കെട്ടിട്ട് കൊടുക്കുന്നത് ഒരു സൂചിയുടെ മുകളിൽ കൂടെ 2-3 തവണ ഒന്ന് ചുറ്റിയിട്ട് ഒന്ന് വലിക്കുക. നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക. ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫ്ലവറിനെ അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മളിതിപ്പോൾ ബാക്കി വരുന്ന ഒരു എൻഡ് ഭാഗമൊക്കെ ഒന്ന് ഉരുക്കി കൊടുത്തു. ഇനി നമ്മളിപ്പോൾ നേരത്തെ ഒട്ടിച്ചു കൊടുത്ത ആ ഒരു ക്യാൻഡി രൂപത്തിലുള്ള ആ ഒരു ഫെൽറ്റ് ഷീറ്റിൻ്റെ അടിഭാഗത്തോട്ട് കണ്ടില്ലേ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇതിനെ ഒന്ന് വെച്ച് കൊടുക്കണം. അതിൻ്റെ താഴെ ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഫ്ലവറിനെ അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഗ്ലൂ ഒന്ന് വെച്ച് എന്തെങ്കിലും നമുക്ക് വല്ല കല്ലോ ഷോ ബട്ടണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ അതേ കളറിലുള്ള നമ്മുടെ ക്രിസ്റ്റൽ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ക്രിസ്റ്റൽ ഞാൻ ഇങ്ങനത്തെ ഒരു ക്രിസ്റ്റലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് അതുപോലെ ഗ്ലൂ ഒന്ന് വെച്ച് കൊടുത്തു. അതിനുശേഷം ആ ക്രിസ്റ്റൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുകളിലോട്ട് വെക്കാനുള്ള ബേസ് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ നേരിട്ടിട്ട് നമ്മളുടെ ആ ഒരു അലിഗേറ്റർ ക്ലിപ്പിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈസിലുള്ള ചെറിയ അലിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലത്തെ ഏറ്റവും ചെറിയ സൈസിലുള്ള അലിഗേറ്റർ ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഗ്ലൂ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫ്ലവറിനെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക.
അപ്പോൾ എൻ്റെ മുകളിലത്തെ ആ ഫ്ലവറിലുള്ള എന്താ പറയുക നമ്മൾ ഒരു മുത്തൊട്ടിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് ഈ അലിഗേറ്റർ ക്ലിപ്പിലോട്ട് ഇത് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതേപോലെ നമുക്ക് ഒരെണ്ണം കൂടിയും ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഇവിടെ എന്തെങ്കിലും പശയുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഹെയർ ക്ലിപ്പ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ്, ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ മറ്റേ ഇതിൻ്റെ ഹെയർ ബാൻഡും ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകൾ വശത്തും നമ്മളിപ്പോൾ ഇതേപോലെ ഫ്ലവർ വെക്കാനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ഫെൽറ്റ് ഷീറ്റ്, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും വരയ്ക്കുക. എന്നിട്ട് അങ്ങനെ ആ ഒരു 3 എണ്ണമായിട്ട് വേണം ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഈ കണ്ടതുപോലെ അപ്പുറത്തെയും സൈഡിൽ ആ ഫ്ലവർ വെച്ച് കൊടുക്കുന്നു. സെൻറ്റർ ഭാഗത്ത് ആ ഒരു ക്യാൻഡി പോലെ നമ്മുടെ ഗ്ലിറ്റർ വയറും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഹെയർ ബാൻഡും അതുപോലെ 2 ഹെയർ സ്ലൈഡും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതേപോലെ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.